സ്പെയിൻ രാജ്യത്ത് 150 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ രാജകുമാരിയായ ലിയോണ രാജ്ഞിയാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വലിയ വാർത്ത. സ്പെയിൻ പണ്ട് ഇംഗ്ലണ്ടിനെ പോലെ പല രാജ്യങ്ങളെയും തങ്ങളുടെ അധീനയിലാക്കിയിരുന്നു. ഇതിനെയാണ് കോളനി വൽക്കരണമെന്ന് പറയുന്നത്. ഇന്ത്യ എങ്ങനെ ഇംഗ്ലണ്ടിന്റെ കോളനിയിലായിരുന്നു, അതുപോലെ സ്പെയിൻ ഒരുപാട് കോളനികൾ ഉണ്ടായിരുന്നു. ഇത് രാജ്യഭരണ കാലത്ത് നടന്നത്. ഈ രാജഭരണത്തിൽ 1830-ൽ ഫ്രെഡിനാഡ് ഏഴാമൻ എന്ന രാജാവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. എന്നാൽ ആൺമക്കളില്ലായിരുന്നു. അതിനാൽ 1830-ൽ ഇദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമപ്രകാരം ഒരു രാജാവിന് ആൺമക്കളില്ല എങ്കിൽ മക്കൾക്ക് രാജ്ഞിയാകാൻ സാധിക്കും. 1833-ൽ രാജാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ഇസബെല്ല രണ്ടിന് വെറും 3 വയസ്സായിരുന്നു. ആ പ്രായത്തിൽ തന്നെ ഇസബെല്ല രാജ്ഞിയായി വാഴിക്കപ്പെട്ടു. 1868 വരെ അവരുടെ ഭരണം നീണ്ടുനിന്നു. ഇതിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. ഫ്രെഡിനാഡ് ഏഴാമന്റെ സഹോദരനായ കാർലോസ് അടുത്തതാണ് അവകാശി എന്ന് പറഞ്ഞ് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അന്ന് ഇസബെല്ലറ്റ്, കാർലറ്റ് എന്നിങ്ങനെ 2 വിഭാഗങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഇങ്ങനെ മാറി മാറി വന്ന് 1868 രാജഭരണം അവസാനിച്ചു. ഇതിനുശേഷം ഇതൊരു റിപ്പബ്ലിക് ജനാധിപത്യ രാജ്യമായി മാറി. പിന്നീട് പല കുഴപ്പങ്ങളും ഉണ്ടായി ഭരണം തിരികെ വന്നു. 1931-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തുടർന്ന് അൽഫോസ രാജാവ് രാജ്യം വിട്ടു. 1939 മുതൽ 1975 വരെ അദ്ദേഹം ഏകാധിപത്യം ഭരിച്ചു. ഇദ്ദേഹത്തിന് പ്രായമായപ്പോൾ 1969 ജുവാൻ കാർലോസ് തന്റെ പിൻഗാമിയായി നിയമിച്ചു. ഒരു പേരിന് മാത്രം രാജകുമാരൻ എന്ന പദവി നൽകി ഭരണം തന്റെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് ഇദ്ദേഹം കരുതി. എന്നാൽ 1975-ൽ ഫ്രാങ്കോ മരിച്ചതിനു ശേഷം ജുവാൻ കാർലോസ് രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാകണമെന്ന് ആഗ്രഹിച്ച് ജനാധിപത്യം നടപ്പിലാക്കി. ഇതിനുശേഷം സ്പെയിൻ ഒരു പാർലമെന്റ് ജനാധിപത്യ രാജ്യമായി മാറിയത്. അവിടെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ പ്രസിഡന്റിന് പകരം രാജാവിന്റെ രാജ്യത്തിന്റെ തലവനായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണാധികാരമായി അധികാരമൊന്നുമില്ല. അതൊരു അലങ്കാര പദവി മാത്രമാണ്. ഇപ്പോൾ ഭരണത്തിലുള്ള ഫിലിപ്പ് ആറാമൻ രാജാവിന്റെ മകളാണ് 20 വയസ്സുള്ള രാജകുമാരി ലിയോണ. ഫിലിപ്പ് ആൺമക്കളില്ലാത്തതിനാൽ ലിയോണ രാജ്ഞിയാകുന്നത്. 2005-ൽ ജനിച്ച ലിയോണറിനെ സ്പെയിൻ ജനങ്ങൾ രാജ്യത്തിന്റെ ആധുനിക മുഖമായി കാണുന്നു. ഇതിനെ ലിയോണർ മാരിയ എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മുത്തച്ഛനായ കാർലോസിനെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉണ്ടെങ്കിലും സ്പെയിൻ ജനാധിപത്യത്തിന് അടിത്തറയിട്ടത് ഇദ്ദേഹമാണ്. ലിയോണർ ഇപ്പോൾ കഠിന സൈനിക പരിശീലനത്തിലാണ്. 2023-ൽ സരോഗസി മിലിട്ടറി അക്കാദമിയിൽ ചേർന്ന് മേപ്പ് ബ്രീഡിംഗ്, റൈഫിൾ ഷൂട്ട് തുടങ്ങിയ പരിശീലനങ്ങൾ നേടി. തുടർന്ന് നേവിയിൽ 7 മാസത്തോളം യുദ്ധക്കപ്പലിൽ താമസിച്ച് പരിശീലനം നടത്തി. 2025 എയർഫോഴ്സ് അക്കാദമിയിൽ യുദ്ധവിമാനങ്ങൾ പറപ്പിക്കാനുള്ള പരിശീലനത്തിലാണ് ഇദ്ദേഹം. ഫിലിപ്പ് രാജാവിന്റെ പദവി ഒഴിവാക്കിയെങ്കിലും ഇദ്ദേഹത്തിന് ശേഷം ലിയോണ രാജ്ഞിയാണ്. സ്പെയിന്റെ തലസ്ഥാനം മാഡ്രിഡ് ആണ്. ബാബിലോൺസ് അവിടെയുള്ള ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. അടുത്തിടെ സ്പെയിനിൽ നടന്ന 2 ട്രെയിൻ അപകടങ്ങളിൽ 70 പേർ മരിച്ചു. ഇത് റഷ്യയുടെ അടിത്തറയാണോ എന്ന് സ്പെയിൻ സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. ഇതിനെ ഹൈബ്രിഡ് വാർ എന്നാണ് വിളിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.